എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയോടെ നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ഒരു അടിപൊളി വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനകയും ആദർശം നയനയും എല്ലാം നവ്യേനെ രക്ഷിക്കാനായിട്ട് എത്തുന്നുണ്ട്. അപ്പൊ ആദർശം നയനയും വരുന്നു. അതോടൊപ്പം തന്നെ അബിയുടെ കുറെ കള്ളത്തരങ്ങള്, അബി ആക്ട് ചെയ്യാൻ പണ്ടേ മിടുക്കനാണല്ലോ. അപ്പൊ നവ്യനെ കാണാതെ പോയതിന്റെ പേരിൽ അഭി നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് വെറും ആക്ടിങ് അല്ല, ഓവർ ആക്ടിങ് ആ. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ജലജ ആകെപ്പാടെ കിളി പോയ മട്ട് നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു. കനക എന്ത് ചെയ്യുവാണ്, നേരെ കാറിനെ ഫോളോ ചെയ്ത് ഗുണ്ടകളുടെ താവളത്തിലേക്ക് എത്തുവാണ്. അവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച കനകയെ ഞെട്ടിച്ചു കളഞ്ഞു. നവ്യനെ പിടിച്ച് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. നവ്യയുടെ അടുത്ത് പോയിട്ട് വെട്ടു സതീശനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു കനകയ്ക്ക്. അപ്പൊ അവളെ കല്യാണം കഴിക്കാനായിട്ട് വന്നിരിക്കുക. അപ്പൊ എങ്ങനെ തടയും ഓർത്തിട്ട് നവ്യയെ എങ്ങനെ രക്ഷിക്കും എന്നോർത്തിട്ട് കനകയ്ക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ആദർശനും നയനിക്കും അതിന്റെ വീഡിയോസ് എടുത്തിടുവാണ്. അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും വീഡിയോസ് എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്ക് മനസ്സിലായി ഇത് ചെന്ന് കണ്ടിട്ടുണ്ട്. ഉടനെ തന്നെ അവൻ ഇങ്ങോട്ട് എത്തും. തന്നെ കൂടെ തന്നെ പറ്റില്ല ഇവരെ രക്ഷിക്കാണ്ട്. ഇത്രയും ഗുണ്ടകളുടെ നടുവിൽ നിന്ന് നവ്യനെ രക്ഷിക്കാണ്ട് ഒരു കാരണവശാലും തനിക്ക് പറ്റില്ലെന്ന് കനയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഈ സമയത്ത് ആദർശ് നയനെ ഹോസ്പിറ്റലിൽ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് നയനയുടെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു വീഡിയോ മെസ്സേജ് വന്നിട്ടുണ്ട്. അമ്മ ഇട്ടേക്കുന്നേ. അവർ ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ നവ്യനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വെട്ടു സതീശനെയൊക്കെ കണ്ടത്. പെട്ടെന്ന് അവർ രണ്ടുപേരും അവിടെ നിരുന്നേക്കുക. അച്ഛനും വേറെ ആരും അറിയാൻ പാടില്ല. അച്ഛനോട് പറഞ്ഞു, ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ ഒരു കോള് വന്നായിരുന്നു, നവ്യനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഞങ്ങൾ അതൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടുന്ന് യാത്ര തിരിക്കുന്നത്. അങ്ങനെ അവർ പോരുവാണ്. പക്ഷെ അവർക്ക് കൃത്യസ്ഥലം എവിടെ എന്താണെന്നും അറിയത്തില്ല. ആ വീഡിയോസ് മാത്രമേ വന്നിട്ടുള്ളൂ. എങ്ങോട്ട് പോകണം എങ്ങനെയാണെന്നും അറിയത്തില്ല. അവർ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു. ഈ സമയത്താണ് കനക എന്ത് ചെയ്യുവാണ്, കനക അങ്ങോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് കനകയുടെ കാല് തട്ടിയിട്ട് ഒരു കമ്പും കൂടി ചാടി. ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് വിട്ടു സതീശൻ പറഞ്ഞിടാ, ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, എന്നാണെന്ന് നോക്കാൻ പറയണം. ചുറ്റുമുള്ള ഗുണ്ടകൾ എന്ത് ചെയ്യണം, ആ സ്പോട്ടിൽ തന്നെ ഓടി വന്ന് അവരോട് നോക്കുവാണ്. പക്ഷെ കനകയെ കണ്ടെത്താൻ പറ്റില്ല. കനക അവിടെ നിന്ന് അറിഞ്ഞു നിൽക്കുവാണ്. പിന്നീട് കനക ശ്രദ്ധിച്ചു കഴിയുമ്പോഴത്തേനും നവ്യനെ വെല്ലുവിളിക്കുവാണ് വിട്ടു സതീശൻ. ഇന്ന് വൈകുന്നേരം നിന്റെ കല്യാണം കഴിയൂടി, ഇനി പിന്നെ രാത്രി നമ്മുടെ ഫസ്റ്റ് നൈറ്റാ അറിയാലോ, ഇനിപ്പോ പിന്നീട് നമ്മൾ ഹണിമൂൺ ട്രിപ്പൊക്കെ പോകും എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നവ്യയ്ക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും വരുന്നുണ്ട്. ഇവന്റെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊരു ചിന്ത നവ്യയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോ എന്തൊക്കെ ചെയ്തിട്ട് കാര്യമില്ലെന്ന് നവ്യയ്ക്ക് മനസ്സിലായി. ഒരു തവണ ഇതുപോലെ കൊണ്ടുപോയ സമയത്താണ് നയനയൊക്കെ ചെന്ന് രക്ഷിച്ചത്. പക്ഷെ ഇത്തവണ ആര് രക്ഷിക്കാൻ ചെല്ലും? അതുകൊണ്ട് ഇങ്ങനെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നവ്യ മാക്സിമം പിടിച്ചിരിക്കാൻ നോക്കുന്നുണ്ട്. വെട്ടു സതീശൻ വന്ന് ഓരോ വൃത്തികേടുകളൊക്കെ പറയുന്ന സമയത്ത് നവ്യ അവനെ എതിർക്കുന്നുണ്ട്. പക്ഷെ ഇത് വെട്ടു സതീശന് വല്ല പുത്തിരിയാണോ? അവൻ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്നല്ലേ. അവൻ നവ്യനെ ഇല്ലാതാക്കാനായിരുന്നു പറഞ്ഞിരുന്നേ. പക്ഷെ നവ്യനെ കൊന്നുകളയാനായിട്ടുള്ള ഇതൊന്നും നമ്മുടെ വെട്ടു സതീശനില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് സ്നേഹിക്കുന്ന പെണ്ണ. അന്ന് കണ്ടപ്പം മുതൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ജിലേബി എന്നാണ് അവളെ പുകഴ്ത്തി പറയുന്നത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള സതീശൻ അവൾ ഒരു കാരണവശാലും ഇല്ലാതാക്കില്ല. കെട്ടിക്കൂടെ താമസിപ്പിക്കാൻ അവന്റെ തീരുമാനം. ഇതൊക്കെ അറിഞ്ഞും ജലജയ്ക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അങ്ങനെ അവസാനം എന്ത് ചെയ്യണം, വിട്ടു സതീശൻ ആ താലി ഇങ്ങോട്ട് എടുക്കുവാണ്. താലി എടുത്ത് നവ്യയുടെ കഴുത്തിൽ താലി അടത്തം തുടങ്ങി കഴിയുമ്പോഴത്തേനും കനിക എന്ത് ചെയ്യണം, പെട്ടെന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു തെറ്റാലി അവിടെ കിടക്കുന്നുണ്ടോ. ആ തെറ്റാലിയെ ഒരു ഇത് കൂട്ട് ഒരു കല്ലെടുത്ത് വെച്ചിട്ട് എറിഞ്ഞങ്ങോട്ട് വിടുവാണ്. കൃത്യം അവന്റെ കൈക്കിട്ട് തന്നെ പോയി കൊണ്ടു. അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലായിരുന്നു വെട്ടി സത്യം. അവന് മനസ്സിലായി ആരോ എവിടെ ഉണ്ടെന്നുള്ള സത്യം. പിന്നീട് കൂട്ടുകാരന്മാരോട് പറയണം, അതെ ഇവിടെ മൊത്തം തപ്പ്, ഇവിടെ ആരോ കേട്ടിട്ടുണ്ട്, എന്റെ കൈക്കിട്ട് വന്നൊരു കല്ല് കൊണ്ടു, ആരോ മനഃപൂർവ്വം എനിക്കിട്ട് ചെയ്താന്നൊക്കെ പറയണം. പിന്നെ അവന്മാർ ചുറ്റും പലത് നടക്കുവാണ്. അവിടെ എല്ലാം തെരഞ്ഞെടുത്ത് കനകനെ കാണാൻ പറ്റില്ല. ഇതാരാ, ഇതിന് വല്ല മന്ത്രവും മായാജാലോ എന്തെങ്കിലും ആണോ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ് നയനയും കൂടെ പോരുവാണ്. ഈ സമയത്ത് കനക അവരെ വിളിച്ച് ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സ്ഥലം എവിടെയെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വരാനൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കനക എങ്ങനെയാലും അവരെത്തുന്നതിന് മുമ്പ് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാമല്ലോ എന്നോർത്തുകൊണ്ട് പെട്ടെന്ന് നവ്യയുടെ അടുത്തേക്ക് എത്താനായിട്ട് നോക്കുന്നുണ്ട്. അവിടെ എത്തിക്കഴിയുവാണെങ്കിൽ പിന്നെ അവന്റെ ബാക്കി എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അന്ന് അടുത്തെത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ എങ്ങനെയെങ്കിലും രക്ഷിക്കാന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്താണ് വീണ്ടും കനകയുടെ കാല് തട്ടി. ഒന്നാമത്തെ കാര്യം മൊത്തം ഈ കമ്പും കോലും എല്ലാം കിടക്കുമല്ലേ. അപ്പൊ ഒന്നും കാണാനും പറ്റുമല്ലേ. ഈ മുമ്പോട്ട് തന്നെ നോക്കി നടക്കുന്നതുകൊണ്ടാണ് കമ്പയെ തട്ടി കനക വീഴാൻ തുടങ്ങുക. ഈ സൗണ്ട് കേട്ടപ്പോൾ അവിടെയുള്ള എല്ലാവരും കൂടെ ഓടി വന്നു.
കനകനെ കൈയോടെ പിടികൂടി. പിന്നെ കനകയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കനകയും കൂടെ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ട് കെട്ടിയിടാനായിട്ട് തുടങ്ങുക. കനക കുതിർന്നുണ്ട് കിടന്നുണ്ട്. കനയ്ക്ക് മനസ്സിലായി തങ്ങൾ രണ്ടുപേരും പിടിപെടി. ഇനിയിപ്പൊ രക്ഷിക്കണമെങ്കിൽ ആദർശ നയനോ ആരെങ്കിലും എത്തിയാൽ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ള സത്യം. ഈ സമയത്താണെങ്കിലും അബി തന്റെ മാസ് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അബിക്ക് എങ്ങനെയുണ്ട് എന്നറിയത്തില്ല. അത് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു. വീട്ടിലാണെങ്കിൽ മുത്തശ്ശനൊക്കെ അവിടെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട് അബിക്ക് എങ്ങനെയുണ്ട്, മാറ്റം ഉണ്ടോന്നൊക്കെ. അപ്പം ആദർശന്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നാ ഡോക്ടർ പറഞ്ഞെന്ന് പറയാണ്. പിന്നീട് ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജയൻ പോയി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഡോക്ടറെ, കുഴപ്പമൊന്നും ഇല്ലെന്ന്. ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാം. ഇനി ഇവിടെ ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്നേക്കാൾ നല്ലത് അബിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. അവിടെ ചെന്ന് ചെയ്ത് സമാധാനം ഉണ്ടല്ലോ. ഈ ഹോസ്പിറ്റൽ അന്തരീക്ഷം ആകുമ്പോൾ ഒന്നുകൂടെ ബുദ്ധിമുട്ട് കൂടുള്ളൂ. എല്ലാവരുമായിട്ടൊന്ന് ഫ്രീ ആയിട്ട് ഇടപെട്ട് കഴിയുമ്പോഴത്തേനും മനസ്സിന് കുറച്ച് സമാധാനം കിട്ടുമെന്നൊക്കെ പറയാണ്. അങ്ങനെ അബിയെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാണ്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് ജഡ്ജി അബിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ ജഡ്ജിയോട് അബി പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ് ഒക്കെ, സൂപ്പറിലായിരുന്നു ചോദിക്കണം. കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചില സമയത്ത് നീ ഇച്ചിരി ഓവർ ആക്ടിങ് ചെയ്യുന്നുണ്ട്, അത്ര എനിക്ക് ദഹിക്കുന്നില്ലെന്ന് പറയാണ്. അബി പറഞ്ഞു എന്റെ അമ്മ ഇങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ പറ്റുമോ, ഇച്ചിരി ഓവർ ആക്ടിങ് ചെയ്യണം, എല്ലാരും കയ്യിലെടുക്കണേ, ഇതേ മാർഗുള്ളൂ, അല്ലെങ്കിൽ അവരെയൊക്കെ കരുതുകയല്ലേ. എനിക്ക് നബിയെ പോയാലും ഒരു വിഷമോ ഇല്ലെന്ന്, ഞാനാണ് അവളെ ഇല്ലാതാക്കാനായിട്ട് കൊട്ടേഷൻ ടീമിന് കൊടുത്തതെന്ന് ആർക്കും അറിയാവുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരുന്നോളാൻ പറയുവാണ് ജഡ്ജിയോട്. പിന്നീട് കാണിക്കുന്നേ അബിനെ അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുവാണ്. ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അബി വീട്ടിലേക്ക് വരുവാണ്. അബി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ബാക്കി എല്ലാവർക്കും ഒരു സന്തോഷമായത്. അബിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. പക്ഷെ എന്ത് ചെയ്യാനാ, നവ്യ ഇല്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അവൾക്ക് എന്തു പറ്റിയെന്നോ എങ്ങനെയൊന്നും ആർക്കും അറിയത്തില്ല. പിന്നീട് ആദർശം നയനെ എന്തെന്ന് ചോദിക്കാൻ പറഞ്ഞാൽ അവര് കുറച്ച് പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവരങ്ങോട്ട് പോയേക്കുവാന്നാ പറഞ്ഞത്. കൃത്യമായിട്ട് ആദർശന്റെ അച്ഛൻ ജയനും അറിയത്തില്ലായിരുന്നു എങ്ങോട്ടാ പോയെന്നൊന്നും. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനകനും കൂടെ പിടിച്ച് ബന്ധിച്ചിട്ടേക്കുള്ളോ. അങ്ങനെ നവ്യയുടെ കഴുത്തില് കനകയുടെ മുന്നിൽ വെച്ച് തന്നെ താലി ആർത്താനായിട്ട് തുടങ്ങുവാണ് വെട്ടി സതീശൻ. താലി ആർത്താനായിട്ട് താലിയും കൊണ്ട് ചെല്ലുമ്പോഴാണ് ആ ഇടിവെട്ടി ട്വിസ്റ്റ് സംഭവിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശം നയനെ ആ സമയത്താണ് കടന്നു വരുന്നത്. ആദർശ് കണ്ടു, പിന്നെ പറയേണ്ട ആവശ്യമില്ലോ. ആദർശം നമ്മുടെ വെട്ടി സതീശനെ എടുത്തിട്ട് പൊങ്കാല ചെയ്യുവാണ്. അതായത് നന്നായിട്ട് എടുത്തിട്ട് അങ്ങ് അലക്കി അങ്ങോട്ട്. ഒരിക്കലും വെട്ടി സതീശൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരുന്നു പിന്നീട് നടന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ആ സമയത്ത് തന്നെ പോയിട്ട് നയനെ എന്ത് ചെയ്യുവാണ്, നവ്യേനെയും അമ്മേനെയും രക്ഷപ്പെടുത്തുന്നുണ്ട്. നവ്യക്ക് ശരിക്കും അപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഊരാക്കുടുക്കിന്ന് രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചേയല്ല. ഇനി എന്ത് ചെയ്യും എന്നറിയത്തില്ലാത്തൊരു അവസരത്തിലാണ് അവർ വന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ എത്രയൊക്കെ രക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നവ്യയുടെ സ്വഭാവം അല്ലേ. പിന്നെയും ചങ്ങന തെങ്ങയാണെന്ന് പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും നവ്യയുടെ സ്വഭാവം ആകെപ്പാറ് മാറും. ആ രക്ഷിക്കുമ്പോൾ ആ സ്നേഹമൊക്കെ ഉള്ളൂ, അത് കഴിയുമ്പോൾ പിന്നെയും പഴയ പോലെ തന്നെയാകും. അങ്ങനെ ആദർശം നയനയും കനിക എല്ലാവരും കൂടെ കൂട്ട് നവ്യനെ രക്ഷിച്ചുകൊണ്ട് വീട്ടിൽ വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് ഏറ്റവും വലിയ അടിപൊളി വിശേഷങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അബി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ പിന്നെ നടക്കുന്നത്. അതെന്താന്നുള്ള നമുക്ക് വഴിയെ മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരും കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.